ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ ഈ വെണ്ടക്ക ഒന്ന് കറി വെച്ച് നോക്കൂ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ദോശയുടെ, ഇഡ്ഡലിയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഈ വെണ്ടക്ക കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇതിലേക്ക് 2 തക്കാളി വേണം കേട്ടോ. ആ 2 തക്കാളി ഞാനിപ്പോൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെക്കുക. പിന്നെ പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിന് തന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേണം, ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇതിലേക്ക് വേണ്ട വെണ്ടക്ക ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു വെണ്ടക്ക ഒരു 3 കഷ്ണമാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കുക. പക്ഷേ ഒരുപാട് ചെറിയ ചെറിയ പീസായി പോവരുത്, കറിയിൽ അങ്ങ് കലങ്ങിപ്പോവും. അതുകൊണ്ട് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വെണ്ടക്ക കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെണ്ടക്ക വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ച കളറുണ്ടല്ലോ, അത് അതിൽ നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ കറിയിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ പച്ച കളർ അതിലുണ്ടാവും. പോരാത്തതിന് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. ഈ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ഉണ്ടാവും. ഈ വെണ്ടക്ക കഴിക്കുമ്പോൾ ഒരു പച്ചച്ചോയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെണ്ടക്ക ഇങ്ങനെ ചെയ്താലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ നൂല് പരുവങ്ങളൊക്കെ അതിൽ നിന്ന് പോകണം. ആ സമയത്ത് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഞാൻ മുഴുവൻ വെണ്ടക്ക ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം. അതെല്ലാം ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ സവാള ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സവാള നന്നായിട്ട് വഴണ്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ആയി കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഇനി 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂണാണ് കേട്ടോ, അത് മാറിപ്പോവണ്ട. പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. കാരണം ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി മൊത്തം ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയും പിന്നെ പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഈ 2 തക്കാളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനെ നന്നായി കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമ്മുടെ തക്കാളിയും മസാലകളൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് വരുന്ന വരെ ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം ഒരു 7 മിനിറ്റ് 8 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വെണ്ടക്ക എപ്പോഴും ഇതുപോലെ വഴറ്റിയിട്ട് വേണം ചേർക്കാൻ. വഴറ്റിയിട്ട് ചേർത്താലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പാറിൽ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വഴറ്റി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
വെണ്ടയ്ക്ക നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് മസാലകളൊക്കെ വെണ്ടയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ എപ്പോഴും കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കുക, എങ്കിലേ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിക്കണ്ട. ഒന്ന് തിളച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ വരില്ലേ, ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കായം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ കറി അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. നന്നായി ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ഈ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾ ഇങ്ങനെ വരില്ലേ, ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. വെണ്ടക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായി കാണുന്നത് വരേക്കും താങ്ക് യു, ബൈ.